രാജ്യത്ത് കന്നുകാലികളെ കശാപ്പിന് വേണ്ടി വിൽക്കുന്നത് നിരോധിച്ച കേന്ദ്ര സർക്കാർ ഉത്തരവ് രാജ്യത്തെ കർഷകരെ ദുരിതത്തിലാക്കും. കന്നുകാലികളെ പോറ്റാൻ വലിയ തുക കർഷകർ കണ്ടെത്തേണ്ടി വരും. മഹാരാഷ്ട്രയിലെ കർഷകരുടെ മാത്രം ബാധ്യത വർഷത്തിൽ 4700 കോടിയാകുമെന്നാണ് കണക്ക്. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം നടപ്പിലാകുന്നതോടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ വലിയ പ്രതിസന്ധിയിലാകും. ആരോഗ്യമുള്ള കന്നുകാലിയെ വാങ്ങാൻ മഹാരാഷ്ട്രയിലെ കർഷകന് 25,000 രൂപയാണ് ചെലവ്. 2 വർഷത്തിനിടെ വിറ്റാൽ ഈ തുക കർഷകന് തിരികെ കിട്ടും. കാർഷികാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കാതെ വരുമ്പോൾ കാലികളെ അറവുശാലകൾക്ക് വിൽക്കാറാണ് പതിവ്. ഇതിന് 10,000 രൂപ വരെ കർഷകർക്ക് ലഭിക്കും. പുതിയ കാലികളെ വാങ്ങാനുള്ള ചിലവിന്റെ 40% ഇത്തരത്തിൽ കർഷകർക്ക് കണ്ടെത്താൻ കഴിയും. മഹാരാഷ്ട്രയിൽ ഗോവധ നിരോധം നടപ്പാക്കിയതോടെ കറവ വറ്റുകയോ കാർഷികാവശ്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കാതിരിക്കുകയോ ചെയ്ത കാലികളെ വിൽക്കാൻ സാധിക്കാതെയായി. ഇത്തരത്തിലുള്ള ഒരു കന്നുകാലിക്ക് ദിവസം 65 ലിറ്റർ വെള്ളവും 40 കിലോ കാലിത്തീറ്റയും വേണം. വർഷത്തിൽ മഹാരാഷ്ട്രയിലെ കർഷകൻ ചെലവിടേണ്ടത് 40,000 രൂപ. ഇത്തരം കന്നുകാലികൾ മഹാരാഷ്ട്രയിൽ മാത്രം 12 ലക്ഷത്തോളമുണ്ട്. ഇവയെ നോക്കാൻ 4,700 കോടി രൂപ ഒരു കൊല്ലം ചിലവാകും. മീഡിയ 1, ഡൽഹി.